ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റ് ഔട്ട് റീഅറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. അതായത് സിറ്റ് ഔട്ടിലുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സെറ്റിങ്സൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളിതാ ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ബെഞ്ചിൻ്റെ ഈ ഒരു ഗ്യാപ്പിലായിട്ടൊക്കെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള ചെടികളൊക്കെ ആദ്യം മാറ്റുകയാണ് ചെയ്തത്. പിന്നെ എന്താ പറയുക, ഞാൻ ഒരു പ്ലാൻ സ്റ്റാൻഡ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യണം. പിന്നെ അതിൽ പ്ലാൻസൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ പറയുക, ഇവിടുത്തെ ചെടികളൊക്കെ മാറ്റിയിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് അടിച്ച് വാരി തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഇതാ ഈ ഒരു ബെഞ്ചിൻ്റെ ഗ്യാപ്പിലായിട്ടുള്ള ഭാഗത്ത് ഒരു പ്ലാന്റ് വെക്കണം. അപ്പോൾ അതിന് ഞാനിതാ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഹെൽപ്പിന് ഇക്ക ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതിനനുസരിച്ച് ഓരോ ഭാഗത്തായിട്ട് പ്ലാന്റ്സ് ഒക്കെ ഇക്കയാണ് കേട്ടോ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പ്ലാന്റ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പോട്ട് ഏതായാലും പോട്ടൊന്നും പുറത്തേക്ക് കാണുന്നില്ല. എന്തായാലും ആ പോട്ടിലാണ് ഞാനൊരു പ്ലാന്റ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ ന്യൂസ് പേപ്പർ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ചട്ടിയൊന്നും കാണാത്ത വിധത്തിൽ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ക്ലേ ബോൾസും കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതാ ഈ ഒരു ടീപ്പോയിൽ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. മണി പ്ലാന്റിൻ്റെ ഒരു പോട്ടാണ് വെച്ചിട്ടുള്ളത്. അടുത്തത് ഇനി ഈ ഒരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്ലാന്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പ്ലാൻ സ്റ്റാൻഡ് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്ലാൻ സ്റ്റാൻഡ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരുപാട് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വൈറ്റ് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ഇവിടെ ഈ ബ്ലാക്ക് ചെയേഴ്സും അതേപോലെ ആ ഒരു വൈറ്റ് ടീപ്പോയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് മാച്ചായിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വൈറ്റ് സ്റ്റാൻഡ് തന്നെ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് വെക്കാനുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള പോട്ട്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഈ ഒരു പോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ പോട്ടായതുകൊണ്ട് തന്നെ അത് ഏറ്റവും മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഇതാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ഈ ഒരു വൈറ്റ് പോട്ട് ഈ ഒരു സ്റ്റാൻഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്നേക്ക് പ്ലാന്റിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. അതന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ അടിപൊളിയായിട്ട് സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു വൈറ്റ് പോട്ട് ഈ ഭാഗത്തായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കിപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ജിജി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പോട്ടിൽക്കും അതിന് സ്യൂട്ടായിട്ടുള്ള പ്ലാന്റ് അല്ലെങ്കിൽ ഓരോ പ്ലാന്റിനും ഏത് പോട്ടാണ് നമുക്ക് വെക്കാൻ സ്യൂട്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വെക്കുമ്പോഴാട്ടോ ശരിക്കും അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മളത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു പോട്ട് അടിഭാഗത്തായിട്ട് ആ ഒരു സ്റ്റാൻഡിലാണ് വെക്കുന്നത്. അതിൽ വെക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലോറിയോസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ബ്ലാക്ക് പോട്ട് ഈ ഒരു സ്റ്റാൻഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു വൈറ്റ് അഗ്ലോണിമാണ് കേട്ടോ. ഇത് തായ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. പിന്നെ അടുത്തതായിട്ട് നല്ലൊരു അടിപൊളി സെറാമിക് പോട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി അടുത്തതായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു പോട്ട് നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വെക്കുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് സ്നേക്ക് പ്ലാന്റിലൊരു ഡ്വാർഫ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ നല്ല പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഈ ബ്ലാക്ക് പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ഈ അടിഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ആ രണ്ട് ഭാഗത്തായിട്ട് ഞാൻ പിന്നെ വേറെ ഒന്നും വെച്ചിട്ടില്ല. ഇത്രയും പ്ലാന്റ്സ് മാത്രമേ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു സ്റ്റാൻഡിൽ. ഇനിയിപ്പോൾ നമ്മളിതാ ഈ ഒരു പാം വെറൈറ്റി ഉണ്ടല്ലോ, ഇത് നല്ലൊരു വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു കോർണറിലായിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മളെ സെറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനലായിട്ടുള്ള ഒരു വ്യൂ കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ആ ഒരു കോർണറിൽ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് വെക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്താ കണ്ടല്ലോ, ഈ ഒരു സ്നേക്ക് പ്ലാന്റും കൂടെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കാർ പോർച്ചിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടുള്ള സ്റ്റാൻഡിൽ അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡിൽ ഇതുപോലെയും ഭംഗിയായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.